ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലി ലോകം. സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തത് ജനലക്ഷങ്ങൾ. പ്രാർത്ഥനയോടെ വിശ്വാസികൾ. തൃശൂർ പൂരം സുരക്ഷാ ഒരുക്കങ്ങൾ വിലയിരുത്തി ഡിജിപി. ജില്ലയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായും ദേവസ്വം പ്രതിനിധികളുമായും ഡിജിപി ചർച്ച നടത്തി. ബിജെപി നേതാവ് ശോഭ സുരേന്ദ്രന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചതിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. നാട്ടുകാരായ 3 യുവാക്കളാണ് പടക്കം പൊട്ടിച്ചതെന്നും പോലീസ്. നികുതി അടയ്ക്കാതെ സർവീസ് നടത്തിയ 7 ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ 11.60 ലക്ഷം രൂപ പിഴ ചുമത്തി മോട്ടോർ വാഹന വകുപ്പ്. അരുണാചൽ പ്രദേശ്, നാഗാലാന്റ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും രജിസ്ട്രേഷൻ നേടി കേരളത്തിൽ സർവീസ് നടത്തിയ വാഹനങ്ങളാണ് പിടികൂടിയത്. മാലിന്യ നിക്ഷേപ കേന്ദ്രമായി ഗുരുവായൂർ ദേവസ്വത്തിന്റെ പടിഞ്ഞാറ് നടയിലെ ഒഴിഞ്ഞ സ്ഥലം. സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുമെന്ന ആശങ്കയിൽ പ്രദേശവാസികൾ. എളനാട് തിരുവണിയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. മാള അമ്പഴക്കാട് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആടുകൾ ചത്തതലയിൽ. നമസ്കാരം. വാർത്തകൾ വിശദമായി. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലി ലോകം. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിലാണ് അന്ത്യവിശ്രമം. കർദിനാൾ സംഘത്തിന്റെ തലവൻ ജോവാനി ബാറ്റിസ്റ്റയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പൊതുദർശനത്തിൽ 10,000-ങ്ങളാണ് മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരമർപ്പിക്കാൻ തടിച്ചുകൂടിയത്. സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നതിന് ലോക നേതാക്കൾ വത്തിക്കാനിലെത്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമു, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തുടങ്ങി 130ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. തൃശൂർ പൂരത്തിന്റെ സുരക്ഷാ ഒരുക്കങ്ങൾ ഡിജിപി വിലയിരുത്തി. പൂരനഗരി സന്ദർശിച്ച ഡിജിപി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ജില്ലയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായും ദേവസ്വം പ്രതിനിധികളുമായും ചർച്ച നടത്തി. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഡിജിപി നേരിട്ടെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയത്. ഡിഐജി ഹരിശങ്കർ, സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ, ACP സലീഷ് N ശങ്കർ തുടങ്ങിയവർ ഡിജിപിക്കൊപ്പം ഉണ്ടായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് ഡിജിപി ഷെയ്ഖ് ദർവേഷ് സാഹിബ്. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഡിജിപി. അത് പറയുന്നുണ്ടല്ലേ, കമാൻഡോസിനെ വിന്യസിക്കുന്നുണ്ട്, ആന്റി സബോട്ടേജ് ചെക്ക് കൂടുതലാക്കുന്നുണ്ട്, ആന്റി ഡ്രോൺ സിസ്റ്റംസ് ഒക്കെ വെക്കുന്നുണ്ട്, കൂടുതൽ ഡ്രോൺസ് വിന്യസിക്കുന്നു. അത് ഈ കമ്മീഷണർ ഓരോ കാര്യം പരിശോധിച്ചിട്ട് ചെയ്യുന്നതാണ്. പൂരം സുരക്ഷയ്ക്കായി 4000-ലധികം പോലീസുകാരെ വിന്യസിക്കും. നേരത്തെ പൂരം സുരക്ഷയൊരുക്കി പരിചയമുള്ള 35 DYSPമാരുടെ കീഴിലാകും വിന്യാസം. ഇതിനു പുറമെ കമാൻഡോ സംഘവും NDRF സംഘവും ഉണ്ടാകും. 377 CCTV ക്യാമറകൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഉണ്ടാകും. ഇതോടൊപ്പം നിരീക്ഷണത്തിന് 10 ഡ്രോണുകളും ഉണ്ടാകും. അനുമതിയില്ലാത്ത ഡ്രോണുകൾ പിടിച്ചെടുക്കാൻ ആന്റി ഡ്രോൺ സംവിധാനവും ഉണ്ടാകും. ഇത്തവണ കൂടുതൽ പേർക്ക് വെടിക്കെട്ട് കാണാൻ സൌകര്യമൊരുക്കുമെന്നും ഡിജിപി പറഞ്ഞു. കഴിഞ്ഞ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചതായും ഈ റിപ്പോർട്ട് പരിഗണിച്ച് മറുപടി പറയേണ്ടത് സർക്കാരാണെന്നും ഡിജിപി പറഞ്ഞു. ഏകദേശം 4000 കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ പോവുകയാണ്. അതിൽ 35 DYSPമാർ, 71 ഇൻസ്പെക്ടറും, 50ഓളം ഡയറക്ട് റിക്രൂട്ട് SIസും, ASI SCPO 280, പിന്നെ CPO 3400 കൂടാതെ 200ഓളം വുമൻ CPOമാരും ഈ വർഷം വിന്യസിക്കാൻ പോവുകയാണ്. ഇത് കൂടാതെ 2 പ്ലാറ്റൂൺ കമാൻഡോസും 1 കമ്പനി NDRFന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബിജെപി നേതാവ് ശോഭ സുരേന്ദ്രന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചതിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. നാട്ടുകാരായ 3 യുവാക്കളാണ് പടക്കം പൊട്ടിച്ചത്. സ്വന്തം വീടിന് മുന്നിൽ കൂട്ടുകാരോടൊപ്പം പടക്കം പൊട്ടിക്കുകയായിരുന്നുവെന്ന് യുവാവ് പോലീസിനോട് പറഞ്ഞു. ഈസ്റ്ററിന് വാങ്ങിയ പടക്കമായിരുന്നു. അലക്ഷ്യമായി പടക്കം പൊട്ടിച്ചതിന് യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം അറിഞ്ഞയുടൻ ബിജെപി നേതാക്കളും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു.
BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രന്റെ വീടിനു സമീപം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതിൽ പ്രതിഷേധിച്ച് BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പഴയ നടക്കാവിലെ BJP ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP മേഖലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സമിതി അംഗം ഉല്ലാസ് ബാബു, സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PK ബാബു, അഡ്വക്കേറ്റ് KR ഹരി, ഡോക്ടർ V. ആതിര, പൂർണിമ സുരേഷ്, മേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രന്റെ അയ്യന്തോളിലെ വീടിന് മുന്നിൽ സ്ഫോടക വസ്തു എറിഞ്ഞ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചതിൽ വ്യാപക പ്രതിഷേധം. രാത്രി 10:45 ഉഗ്രശബ്ദമുള്ള സ്ഫോടനം ഉണ്ടായതെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങിയപ്പോൾ ധാരാളം വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ടായിരുന്നു. ഇത്തരമൊരു പ്രവൃത്തി കൊണ്ട് ഞങ്ങളാരും പുറത്തിറങ്ങി പ്രവർത്തിക്കില്ലെന്നാരും കരുതേണ്ടെന്നും പോലീസ് സംരക്ഷണം തന്നില്ലെങ്കിലും പ്രസ്ഥാനം തരുന്ന സംരക്ഷണ കവചം തന്നെയാണ് പ്രചോദനമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച സമയത്ത് പോലീസ് അധികാരികൾ പറഞ്ഞത് ഞങ്ങൾ FIR ഇട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇന്നലെ 10:45 ഒരു സംഭവം ഇന്ന് ഇത്ര സമയമായിട്ടും ഒന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ ധ്വനി. ഈ പോലീസിൻ്റെ സംരക്ഷണ കവചം നല്ല രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർക്കോ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർക്കോ നാളിതുവരെ മറ്റുള്ളവർക്ക് കിട്ടുന്നത് പോലെ കിട്ടിയെന്നുള്ള ഒരു ധാരണയൊന്നും ഞങ്ങൾക്കില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ഭീഷണി കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രവൃത്തി കൊണ്ടോ ഞങ്ങൾ ഒരാളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതും പ്രവർത്തിക്കുന്നതും അത് കുറയുമെന്നുള്ള ധാരണ ആർക്കും വേണ്ട. പ്രദേശത്ത് സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ഗൂഢശ്രമമാണ് സംഭവത്തിന് പിന്നിലെന്ന് BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ് പറഞ്ഞു. യാതൊരു പ്രകോപനവും ഇല്ലാതെ ഉണ്ടായ സംഭവത്തിലെ പ്രതികളെ കണ്ടുപിടിക്കാൻ പോലീസ് തയ്യാറാകണം. അന്വേഷണത്തിൽ പോലീസ് അലസത കാണിക്കാനാണ് പരിപാടിയെങ്കിൽ പാർട്ടി അതിനെ നേരിടുമെന്നും ഭീഷണികളെ BJP വകവയ്ക്കുന്നില്ലെന്നും A. നാഗേഷ് പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിന് കൃത്യമായി കണ്ടുപിടിക്കാൻ പോലീസ് അധികാരികൾ തയ്യാറാകണം. വേറെ എന്തെങ്കിലും വിഷയം നടക്കുന്ന സമയത്ത് പെട്ടെന്ന് FIRും അന്വേഷണവും നടത്തുന്ന പോലീസ് അലസത കാണിക്കാനാണ് പരിപാടിയെങ്കിൽ അതിനെ നേരിടാൻ പാർട്ടി തയ്യാറാകും. ആ മറ്റു തരത്തിലുള്ള ഭീഷണികൾ യാതൊരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടി വിലവയ്ക്കുന്നില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സംരക്ഷണം നേതാക്കന്മാർക്ക് കൊടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് അറിയാം. പക്ഷേ ഈ സ്ഥലത്ത് ആസൂത്രിതമായി കലാപമുണ്ടാക്കാൻ ചില ശക്തികൾ പരിശ്രമിക്കുന്നുണ്ട്. ആ ശക്തികളെ പുറത്തു കൊണ്ടുവരാൻ പോലീസ് അധികാരികൾ തയ്യാറായില്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമരപരിപാടിക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കും. നികുതി അടയ്ക്കാതെ കേരളത്തിൽ സർവീസ് നടത്തിയതിന് 7 ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ 11.60 ലക്ഷം രൂപ പിഴ ചുമത്തി മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് വിഭാഗം. പാലിയേക്കര ടോൾ പ്ലാസയിൽ എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനങ്ങൾ നികുതി അടയ്ക്കാതെയാണ് കേരളത്തിൽ സർവീസ് നടത്തുന്നതെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും രജിസ്ട്രേഷൻ നേടി കേരളത്തിലൂടെ സർവീസ് നടത്തിയിരുന്ന വാഹനങ്ങളെയാണ് പിടികൂടിയത്. 7 വാഹനങ്ങളിൽ നിന്നായി 11,60,700 രൂപ നികുതി ഇനത്തിൽ ഈടാക്കി. തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ PV ബിജു, K. അശോക് കുമാർ, KB ഷിജോ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ KJ വിപിൻ, സുമേഷ് തോമസ് എന്നിവർ ചേർന്നാണ് പിടികൂടിയത്. വെള്ളിയാഴ്ച രാത്രി 7 മണി മുതൽ ആരംഭിച്ച പരിശോധന ശനിയാഴ്ച പുലർച്ചെ 2 മണി വരെ നീണ്ടു. മാലിന്യ നിക്ഷേപ കേന്ദ്രമായി ഗുരുവായൂർ ദേവസ്വത്തിന്റെ പടിഞ്ഞാറേ നടയിലുള്ള ഒഴിഞ്ഞ സ്ഥലം നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടിയില്ല. സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതായി പ്രദേശവാസികൾ. ഗുരുവായൂർ നഗരസഭയിലെ 14-ാം വാർഡിലെ ഒഴിഞ്ഞ പറമ്പാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. പടിഞ്ഞാറേ നടയിൽ നിന്നും മുതുവട്ടൂരിലേക്കുള്ള വഴിയിൽ പ്രധാന പാതയോട് ചേർന്നുള്ളതാണ് ഈ സ്ഥലം. പ്രദേശവാസികളാരും ഇവിടെ മാലിന്യം തള്ളാറില്ല. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത പ്രദേശത്ത് രാത്രിയുടെ മറവിലാണ് സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളുന്നത്. മാലിന്യ നിക്ഷേപം മൂലം ഇവിടെ കൊതുക് ശല്യവും രൂക്ഷമാണ്. ഇതുമൂലം കുട്ടികൾക്കുൾപ്പെടെ അസുഖങ്ങൾ പതിവാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കൗൺസിൽ റോഡും ഗുരുവായൂർ നഗരസഭയിലും ഗുരുവായൂർ ദേവസ്വത്തിലും പലതവണ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു. മാലിന്യ സംസ്കരണത്തിൽ മികച്ച മാതൃകയെന്ന് അഭിമാനിക്കുന്ന ഗുരുവായൂർ നഗരസഭയിലാണ് പ്രധാന പാതയോരത്ത് തന്നെ വൻ മാലിന്യ നിക്ഷേപ കേന്ദ്രം രൂപപ്പെട്ടിട്ടുള്ളത്. മൂക്കുപൊത്താതെ ഇതുവഴി കടന്നുപോകാനാകില്ല. മഴ പെയ്താൽ കുടിവെള്ള സ്രോതസ്സുകളിലും മാലിന്യം കലരുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. TCV
ഗുരുവായൂർ. പഴയന്നൂർ എളനാട് തിരുമണിയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. തിരുമണിയിലുള്ള മനോജിന്റെ വീട്ടുമുറ്റത്താണ് ആന ഇറങ്ങിയത്. ആദ്യമായാണ് മേഖലയിൽ ആന ഇറങ്ങുന്നത്. പൂർണ്ണമായും കൃഷിയെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്നവരാണ് മേഖലയിലുള്ളത്. ആന ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. മാള അമ്പഴക്കാട് വീണ്ടും ആടുകളെ കൊലപ്പെടുത്തി അജ്ഞാത ജീവികൾ. അമ്പഴക്കാട് ശനിയാഴ്ച പുലർച്ചെ പഞ്ഞിക്കാരൻ മേരിയുടെ വീട്ടിലെ 2 ആടുകളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഒരാടിനെ ഭാഗികമായി തിന്ന നിലയിലായിരുന്നു. ഒരെണ്ണത്തിന് കഴുത്തിൽ മുറിപ്പാടുകളുണ്ട്. പുലർച്ചെ 2:30 ആടുകളുടെ കൂട്ടായ കരച്ചിൽ കേട്ടാണ് വീട്ടുകാരെ വിളിച്ചുണർത്താൻ സ്ഥലത്തെത്തിയതെന്നും ഈ സമയത്ത് മതിലിന് പുറത്തുനിന്ന് കണ്ടത് ഒരാടിനെ വലിച്ചുകൊണ്ടുപോകുന്ന ജീവിയെയാണെന്നും ഷിബു മേനാച്ചേരി പറഞ്ഞു. വെള്ളിയാഴ്ച പുലർച്ചെ അമ്പഴക്കാട് കണ്ണത്ത് ജിനലിന്റെ വീട്ടിലെ ആടിനെ അജ്ഞാത ജീവി ആക്രമിച്ചു. ആടിന്റെ കരച്ചിൽ കേട്ട് വീട്ടുകാർ ജനൽ തുറന്ന് ശബ്ദമുണ്ടാക്കിയപ്പോൾ കൂട്ടിൽ നിന്ന് തല പുറത്തെടുത്ത് തിരിച്ചുപോയി. ആടിന്റെ കാലിനാണ് പരിക്കേറ്റത്. ആക്രമിച്ചത് കുറുനരിയാണെന്നാണ് സംശയിക്കുന്നതെന്ന് ജിനൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അമ്പഴക്കാട് കിഴക്കനൂട്ട് സരസ്വതിയുടെ 5 മാസം പ്രായമുള്ള ആട്ടിൻകുട്ടിയെ സമീപത്തെ കനാലിനടുത്ത് ബുധനാഴ്ച രാവിലെ ചത്ത നിലയിൽ കണ്ടിരുന്നു. കഴുത്തിൽ ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ടായിരുന്നു. കൂട്ടിലുണ്ടായിരുന്ന വലിയ ആടിനെ കൂടിന് പുറത്ത് ചത്ത നിലയിലും കണ്ടിരുന്നു. അമ്പഴക്കാട് ചേറ്റിപ്പറമ്പിൽ ഗോപിയുടെ 6 ആടുകളെ ഈ മാസം 4-നാണ് കൊലപ്പെടുത്തിയത്. ഈ പട്ടി വരയ്ക്കണ ഒച്ച കേട്ടു. പിന്നെ ആടിൻ്റെ ഭയങ്കര ഒരു കരയണ ഒച്ച കേട്ടപ്പോൾ അമ്മ ഇപ്പുറത്തെ ജനല തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു ആഷ് കളറിൽ അധികം പൊക്കമില്ലാത്ത ഒരു സാധനം ഈ ആടിൻ്റെ കാൽമ കടിച്ച് വലിക്കായിരുന്നു. അപ്പോൾ ഡോറിൻ്റെ അഴി പൊളിച്ചിട്ടാണ് തലയിട്ടേക്കണേ. അത് വലിക്കണ ഒച്ചയിട്ടപ്പോൾ പെട്ടെന്ന് ഞങ്ങളെ വിളിക്കാൻ വേണ്ടി ഒച്ചയെടുത്തു. പിന്നെ ഇവിടെ ജനലമ്മ ഇങ്ങനെ തട്ടി. ഇത് തല പുറത്തേക്ക് ഇട്ട് ഓടിപ്പോയി. ഭയങ്കര സൗണ്ട് കിട്ടും. ആട് ശരിക്കും കരയണം, സഹതാപത്തോടെ കരയണ സൗണ്ട്. അങ്ങനെ കേട്ട് ഞങ്ങൾ 2 പേരും കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെന്നപ്പോഴാണ് കാണുന്നത് 2 ആടിനെ. ഒരാട് മരിച്ചുപോയി, അടുത്ത ആട് അവിടെ കിടന്ന് ചാവാനുള്ള സെറ്റപ്പിൽ കിടക്കാം. മറ്റോ ഒരു എന്താ പറയാ കുറുനരിയാണ്. വെള്ള റൗണ്ടിലുള്ള കൃഷ്ണമണിയുടെ പുറമെ വെള്ളത്. അത് ഫോറസ്റ്റുകാരോട് ചോദിച്ചപ്പോൾ അവരൊന്ന് കുറുനരിയാന്ന് പറഞ്ഞത്. ആ സാധനം പിടിച്ച് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓടിച്ചെന്നപ്പോഴേക്കും 2 ആടും മരിച്ചുപോയി. മറ്റു 2 ആടിനെ രക്ഷിക്കാൻ പറ്റി. 4 ആടുണ്ടായി മൊത്തം അവിടെ. ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണിയുമായി പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് പാകിസ്ഥാന് ജലം നൽകിയില്ലെങ്കിൽ യുദ്ധത്തിനിറങ്ങുമെന്നും പാക് മന്ത്രി പറഞ്ഞു. ഇന്ത്യ വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധം തന്നെയെന്നും പാകിസ്ഥാൻ ആണവരാജ്യമെന്ന കാര്യം ഇന്ത്യ മറക്കേണ്ടെന്നും പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഇന്ത്യയുമായി ഒരു സമ്പൂർണ്ണ യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഖ്വാജ ആസിഫ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. 3 പതിറ്റാണ്ടായി ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ ധനസഹായവും പിന്തുണയും നൽകുന്നുണ്ടെന്നും പാക് പ്രതിരോധ മന്ത്രി തുറന്നു സമ്മതിച്ചു. യുദ്ധഭീഷണിയുമായി എത്തുന്ന പാകിസ്ഥാന് മറുപടിയുമായി ഇന്ത്യൻ നാവികസേന എന്തിനും ഏതിനും എപ്പോഴും സജ്ജമാണെന്ന് നാവികസേന അറിയിച്ചു. നാവികസേനയുടെ ഔദ്യോഗിക എക്സ് അക്കൌണ്ടിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കൊറിയർ വഴി 4 കിലോയിലധികം കഞ്ചാവ് അയച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. പാലക്കാട് മുതലമട സ്വദേശിയായ വലിയ പള്ള ദേശത്ത് സയ്യദ് മൻസിലിൽ ആഷിഖ് അലി എന്നയാളെയാണ് ഈസ്റ്റ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം. ഈ കേസിലെ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൊറിയറിൽ അയക്കുന്ന പാഴ്സലുകൾ ചിറ്റൂർ സ്വദേശിയാണ് കൈപ്പറ്റുന്നത് എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജിം ഫിറ്റ്നസ് സ്ഥാപനങ്ങൾക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി KSTP ചേലക്കര പുതുപാലത്തിനു സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിക്ഷേപിച്ച മണ്ണെടുത്തു മാറ്റാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും. MLA UR പ്രദീപ് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. KSTP സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കൂട്ടിയിട്ട മണ്ണെടുത്തു മാറ്റാത്തത് മൂലം കഴിഞ്ഞ വർഷം ശക്തമായ മഴയിൽ ചേലക്കര നഗരത്തിലെ നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയിരുന്നു. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൊഴിൽ പൂരത്തിന് തുടക്കമായി. രാമവർമ്മപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, വിമല കോളേജ് എന്നിവിടങ്ങളിലാണ് തൊഴിൽ മേള നടക്കുന്നത്. 25,000-ലധികം പേരാണ് തൊഴിൽ മേളയിൽ രജിസ്റ്റർ ചെയ്തത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് ഉദ്ഘാടന ചടങ്ങുകൾ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു.
പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ അന്തരിച്ചു. കോഴിക്കോട് മലാപ്പറമ്പിലെ വസതിയിലായിരുന്നു അന്ത്യം. 93 വയസ്സായിരുന്നു. ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൌൺസിലിന്റെ അധ്യക്ഷനായിരുന്നു. കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗത്തിന്റെ തലവനായി പ്രവർത്തിച്ചു. പൊന്നാനി സ്വദേശിയാണ്. തന്റെ നിലപാടുകൾ വെട്ടിത്തുറന്നു പറയുന്ന MGS കേരളത്തിന്റെ ചരിത്ര ഗവേഷണത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ അതുല്യ പ്രതിഭയാണ്. ഗുരുവായൂർ ബ്രഹ്മകുളം പാല ബസാറിൽ ആളൊഴിഞ്ഞ പറമ്പിലെ പൊട്ടക്കിണറിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. പ്രദേശത്തുനിന്ന് കഴിഞ്ഞ ദിവസം കാണാതായ വയോധികനാണെന്നാണ് സംശയം. നഗരസഭയുടെ കാട് പിടിച്ചു കിടക്കുന്ന കിണറിന് സമീപത്തെ തോട് വൃത്തിയാക്കാനെത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത്. ഇവർ വിവരമറിയിച്ചതനുസരിച്ച് പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി. 10:30 മൃതദേഹം പുറത്തെടുത്തു. ശരീരം ജീർണിച്ച് തിരിച്ചറിയാനാകാത്ത അവസ്ഥയാണ്. ഷർട്ട് മാത്രമാണ് ധരിച്ചിരുന്നത്. മൃതദേഹത്തിന് 1 മാസത്തിലധികം പഴക്കം തോന്നുന്നതായി പോലീസ് പറഞ്ഞു. ബ്രഹ്മകുളം സ്വദേശിയായ മരക്കാർ വീട്ടിൽ അബ്ദുറഹ്മാനെയാണ് കഴിഞ്ഞ 9 മുതൽ കാണാതായിരിക്കുന്നത്. ഇയാളുടെ ബന്ധുക്കൾ എത്തിയെങ്കിലും കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മൃതദേഹം DNA ടെസ്റ്റിന് വിധേയമാക്കുമെന്ന് പോലീസ് പറഞ്ഞു. വടക്കാഞ്ചേരി കരുതക്കാട് പള്ളിക്കു സമീപം മരം കയറ്റി പോവുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടം. ലോറി ഡ്രൈവറും സഹായിയും നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രിയിലാണ് സംഭവം. മലപ്പുറത്തു നിന്നും പെരുമ്പാവൂരിലേക്ക് മരം കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ കരുതക്കാട് പള്ളിക്കു സമീപം വച്ച് മറിഞ്ഞത്. അമിത ലോഡുമായി എത്തിയ ലോറി മറിഞ്ഞതിനെ തുടർന്ന് കരുതക്കാട് പള്ളിയുടെ മതിലിനും കേടുപാടുകൾ സംഭവിച്ചു. തൃശൂർ പൂരം വിശേഷങ്ങളുമായി പൂരം വരവായി. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. Co-sponsored by Jones Honda Cars, Scooters and Bikes, തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. താളമേളങ്ങളും വർണ്ണവിസ്മയങ്ങളുമായി വീണ്ടും ഒരു പൂരം വരുന്നു. നഗരങ്ങളിലും നാട്ടിടവഴികളിലും എല്ലാവർക്കും പറയാനുള്ളത് പൂരത്തെക്കുറിച്ചാണ്. ഒപ്പം പ്രേക്ഷകർക്കായി TCVയും പങ്കുചേരുന്നു പൂരവിശേഷങ്ങളുമായി. മേളവും ആരവങ്ങളുമായി കൊടിയുയരാൻ ഇനി നാളുകൾ മാത്രം ബാക്കി. ബുധനാഴ്ചയാണ് കൊടിയേറ്റം. പൂരങ്ങളുടെ പൂരം വരവായി. ഇത് തൃശൂരിന്റെ പുണ്യം. ലോകം മുഴുവൻ തൃശൂർ എന്ന പേര് കേട്ടത് ഈ പൂരത്തോട് ചേർന്നാണ്. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ വിഭാവനം ചെയ്ത പൂരം ഇന്ന് ലോകപ്രസിദ്ധമാണ്. ഇനിയുള്ള നാളുകളിൽ എല്ലാ വഴികളും തൃശൂരിലേക്കായിരിക്കും. കാഴ്ചയുടെയും കേൾവിയുടെയും സുന്ദര മുഹൂർത്തങ്ങൾ അനുഭവിക്കാൻ, ഇലിഞ്ഞിത്രമേളവും മടത്തിൽ വരവും കാതിലും മനസ്സിലും ഒരുപോലെ നിറയ്ക്കാൻ, കുടമാറ്റവും വെടിക്കെട്ടും കണ്ണിലും കരളിലും കരുതി വെക്കാൻ അവധിയെടുത്ത് പ്രവാസികൾ പോലും നാട്ടിലെത്തുന്നു. പാറമേക്കാവും തിരുവമ്പാടിയും ഉൾപ്പെടെ 10ഓളം പൂരപ്പങ്കാളി ക്ഷേത്രങ്ങളിൽ 30-ന് കൊടിയേറും. പിന്നെ ആരവം തുടങ്ങുകയായി. മെയ് 6-നാണ് പൂരങ്ങളുടെ പൂരം. 7-ന് വടക്കുന്നാഥന്റെ സന്നിധിയിൽ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുന്നതുവരെ ശക്തന്റെ തട്ടകം പൂരലഹരിയിലമരും. പൂരത്തിന്റെ ഓരോ സ്പന്ദനങ്ങളും വരും നാളുകളിൽ TCV പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. ഒപ്പം പൂരച്ചടങ്ങുകൾ മുഴുവനായും തത്സമയം TCV പ്രേക്ഷകരിലെത്തിക്കും. ഇനി പൂരാവേശത്തിലേക്ക്. പൂരപ്രേമികളുടെ മനസ്സിൽ പൂരം പോലെ തന്നെ പ്രിയമുള്ള ചില പൂരപ്പാട്ടുകളുമുണ്ട്. അത്തരം ചില പാട്ടുകളിലേക്ക്. പുണ്യാളൻ അഗർബത്തീസ് എന്ന സിനിമയിലെ ഈ ഗാനം പാടിയത് തൃശൂരിന്റെ സ്വന്തം P. ജയചന്ദ്രനാണ്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ഈണമിട്ടത് ബിജിപാലാണ്. തൃശൂർ പൂരം നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ട്ര, കുടമാറ്റം നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ട്ര എന്ന് തുടങ്ങുന്ന കലാഭവൻ മണി പാടിയ ഗാനം ഏറെ ജനകീയമാണ്. തൃശൂര് പൂരം ഒന്ന് കണ്ടിട്ടുണ്ട്ര, ആ കുടമാറ്റം നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ട്ര, നിങ്ങളാന ചമയം ഒന്ന് കണ്ടിട്ടുണ്ട്ര, നിങ്ങളാന പുറത്തൊന്ന് കേറിട്ടുണ്ട്ര, കണ്ടിട്ടുണ്ട്ര കേട്ടിട്ടുണ്ട്ര ഗഡിയേ ഗഡിയേ ഗഡിയേ. തൃശൂർ പൂരത്തെക്കുറിച്ചുള്ള പാട്ടുകൾ ഏറെയുണ്ടെങ്കിലും പൂരത്തെക്കുറിച്ചുള്ള ഒരേ ഒരു പാട്ടാണ് പൂരപ്രേമികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക. പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത.
ഏതാനും വർഷം മുൻപ് പുറത്തിറങ്ങിയ പൂരപ്പാട്ട് ഇന്നും പൂരപ്രേമികളിൽ ആവേശം പകരുന്നതാണ്. അകാലത്തിൽ വേർപിരിഞ്ഞ മാധ്യമപ്രവർത്തകൻ ജിയോ സണ്ണിയാണ് ഈ ഗാനരംഗം സംവിധാനം ചെയ്തത്. കേൾക്കുന്നില്ലേ താളമേളങ്ങൾ, കൊടിയേറി പൂരം വന്നേ ആർപ്പുമുഴങ്ങുകയായി. മുകേഷ് ലാലിന്റെ വരികളിൽ TCVയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ കൊടിയേറി പൂരങ്ങളുടെ പൂരം വന്നേ എന്ന മറ്റൊരു പൂരപ്പാട്ടും ഇന്നും ശ്രദ്ധേയം. കൊടിയേറി പൂരങ്ങളുടെ പൂരം വന്നേ, മലയാള പൂരം വന്നേ, ഇടനെഞ്ചിൽ കുടിതാളം പോലൊരു പൂരം, ഇത് നമ്മുടെ സ്വന്തം പൂരം. കൾച്ചറൽ ഡെസ്ക് TCV. പഹൽഗാമിൽ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് മറ്റത്തൂർ പഞ്ചായത്തിലെ കൊടുങ്ങ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു. വാർഡ് മെമ്പർ KR ഔസേബ് ഉദ്ഘാടനം ചെയ്തു. മുൻ സൈനികൻ CJ അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. മച്ചാട് ഗുരുസ്മരണ ഉടുക്കുവാദ്യ ശാസ്താംപാട്ട് കലാസംഘത്തിന്റെ 44-ാം വാർഷികം നാളെ ശ്രീ കേരളവർമ്മ പൊതുവായനശാലയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മച്ചാട് സുബ്രഹ്മണ്യൻ, MS സുജിത്, KS ദിലീപ് മച്ചാട്, VK ശിവരാമൻ എന്നിവർ പങ്കെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഇടം സാംസ്കാരിക വേദി പ്രവർത്തകർ വെള്ളറക്കാട് മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. എക്സിക്യൂട്ടീവ് അംഗം KR രാധിക അധ്യക്ഷയായി. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ NS സത്യൻ, KM അക്ബർ അലി, EK മിനി എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് പ്രീതി രാജേഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷൌക്കത്ത് കടങ്ങോട്, നാരായണൻ കോടനാട്, KA ഫരീദ് അലി എന്നിവർ നേതൃത്വം നൽകി. യാത്രക്കാർക്കായി സുരക്ഷയൊരുക്കി കല്ലുപുറത്തെ ഓട്ടോ തൊഴിലാളികൾ. കല്ലുപുറം സെന്ററിലെ ഓട്ടോ തൊഴിലാളികൾ വാഹനയാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ഹബ്ബിന്മേൽ സീബ്ര ലൈൻ വരച്ചു. നവീകരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ഹബ്ബിൽ അടയാളങ്ങളില്ലാത്തതിനാൽ അപകടങ്ങൾ പതിവായിരുന്നു. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ CLCയുടെ നേതൃത്വത്തിൽ ഫ്രാൻസിസ് പാപ്പായെ അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനത്തിൽ പുഷ്പാർച്ചന നടത്തി. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ, ട്രസ്റ്റിമാരായ KP പോളി, സെബി താണിക്കൽ എന്നിവർ സംസാരിച്ചു. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ KCYM പാലയൂരിന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിസ് പാപ്പ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അനുസ്മരണ പ്രഭാഷണം നടത്തി. KCYM പ്രസിഡന്റ് ഇൻചാർജ് KP ഫിജോ അധ്യക്ഷത വഹിച്ചു. ഫാദർ ക്ലിൻ പാണേങ്ങാടൻ, ഷെറിൻ റൊണാൾഡ് എന്നിവർ സംസാരിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കു വേണ്ടി ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ അനുസ്മരണ ദിവ്യബലി അർപ്പിച്ചു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം കെടാവിളക്ക് സ്ഥാപിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര നേതൃത്വം നൽകി. PA ലാസർ, ട്രസ്റ്റിമാരായ ബാബു ആന്റണി ചിരിയങ്കണ്ടത്ത്, ജിഷോ S പുത്തൂർ, ജെറോമി ജോസ് എന്നിവർ സംസാരിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, സഹവികാരി ഫാദർ ലിൻഡോ കാരക്കാടൻ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. മെയ് 4-നാണ് ഊട്ടുതിരുനാൾ. വഖഫ് ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 29-ന് സമസ്ത കേരള ജമയത്തുൽ ഉലമ ജില്ലാ കമ്മിറ്റി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ ബഹുജന റാലിയുടെ പ്രചരണാർത്ഥം കോടാലി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് അങ്കണത്തിൽ ഐക്യദാർഢ്യ പ്രതിജ്ഞ സംഘടിപ്പിച്ചു. ഖത്തീബ് മുസമിൽ അൻവരി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് ലത്തീഫ് കൊല്ലേരി, സെക്രട്ടറി ഹക്കീം കള്ളിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. കഥകളി മദ്ദളാചാര്യൻ കലാമണ്ഡലം നാരായണൻ നായരുടെ നിര്യാണത്തിൽ എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, PC അപാൽമണി, MM നിഷാദ്, TK മനോജ് കുമാർ, സുഭാഷ്, ഇബ്രാഹിം പഴവൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ കഥകളി രംഗത്ത് അദ്ദേഹം നിറഞ്ഞ സാന്നിധ്യം തന്നെ. നേതാവായ മനോജ് TK ആശംസിച്ചുകൊള്ളുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രസിഡന്റായ TK സുഭാഷ്, താലി നെല്ലുവാൽ,
തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമം ഞായർ തിങ്കൾ ദിവസങ്ങളിൽ തൃശൂരിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4-ന് വിളംബര ഘോഷയാത്ര നടത്തും. തിങ്കളാഴ്ച രാവിലെ MG റോഡിലെ ശ്രീശങ്കര ഹാളിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, സർവ്വ ഐശ്വര്യപൂജ എന്നിവ നടക്കും. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ R. വെങ്കിട്ടമണി മഹാസംഗമം ഉദ്ഘാടനം ചെയ്യും. വിവിധ ഹൈന്ദവ മഠങ്ങളിലെ സന്യാസിമാർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ശ്രീരാമകൃഷ്ണ മഠം സ്വാമി നന്ദാത്മജാനന്ദ, ഡോക്ടർ MV നടേശൻ, U. പുരുഷോത്തമൻ, KP രാജഗോപാൽ, NV ദേവദാസ് വർമ്മ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ ഓഫീസേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മെയ് 1-ന് ജയചന്ദ്രൻ സ്മൃതി സംഘടിപ്പിക്കുമെന്ന് ക്ലബ് അംഗങ്ങൾ അറിയിച്ചു. അയ്യന്തോൾ വനിതാ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6 മുതൽ സംഘടിപ്പിക്കുന്ന ഗാനസന്ധ്യയിൽ ജില്ലയിലെ വിവിധ വകുപ്പുകളിലെ ജീവനക്കാരായ 23 ഗായകർ ജയചന്ദ്രന്റെ 25 ഗാനങ്ങൾ പാടും. രാവിലെ 11 മുതൽ വൈകിട്ട് 7 മണിവരെ ജീവനക്കാർ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി PN വിനോദ് കുമാർ, വൈസ് പ്രസിഡന്റ് KG പ്രാൻസിംഗ്, ജോയിന്റ് സെക്രട്ടറി GT ജോർജ് എന്നിവർ പങ്കെടുത്തു. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സമസ്ത കേരള ജമയത്തുൽ ഉലമ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച തൃശൂരിൽ ഭരണസംഘടനാ സംരക്ഷണ റാലി സംഘടിപ്പിക്കും. 3 മണിക്ക് വടക്കേ സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന റാലി ശക്തൻ ഗ്രൌണ്ടിൽ സമാപിക്കും. ജില്ലയിലെ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നും 100 കണക്കിന് ആളുകൾ അണിനിരക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ജോൺ ബ്രിട്ടാസ് MP ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ അബ്ദുൾ കരീം ഫൈസി പൈങ്കണ്ണിയൂർ, ജനറൽ കൺവീനർ ഷഹീർ ദേശമംഗലം, ട്രഷറർ ബഷീർ ഹാജി പെരിങ്ങോട്ടുകര, സമസ്ത ജില്ലാ കമ്മിറ്റി അംഗം സിദ്ദിഖ് ഫൈസി മങ്കര, SKSSF ജില്ലാ പ്രസിഡന്റ് ഷരീഫ് ദാരിമി ചിറമനങ്ങാട് എന്നിവർ പങ്കെടുത്തു. അസോസിയേഷൻ ഓഫ് അഗ്രികൾച്ചർ ഓഫീസേഴ്സ് കേരളയുടെ 43ാം സംസ്ഥാന സമ്മേളനം ഈ മാസം 27, 28 തീയതികളിൽ തൃശൂരിൽ നടക്കും. വെള്ളാനിക്കര കാർഷിക സർവകലാശാല സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ ശില്പശാല, അഗ്രോ ക്ലിനിക്, സംസ്ഥാന കൌൺസിൽ യോഗം, കലാസന്ധ്യ എന്നിവ അരങ്ങേറും. 28-ന് രാവിലെ പൊതുസമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോർജ് T. എബ്രഹാം, ജനറൽ സെക്രട്ടറി R. ഷാജി, സംസ്ഥാന ട്രഷറർ S. അഞ്ജന എന്നിവർ പങ്കെടുത്തു. മതിലകം സ്പോർട്സ് അക്കാദമി സംഘടിപ്പിക്കുന്ന 2ാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. മതിലകം സെന്റ് ജോസഫ് സ്കൂൾ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. E.T. ടൈസൺ MLA പതാക ഉയർത്തി. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷയായി. കമന്റേറ്റർ ഷൈജു ദാമോദരൻ, മുൻ ഇന്ത്യൻ താരം ഗോപിദാസ്, VK മുജീബ് റഹ്മാൻ, KY അസീസ്, PH നിയാസ്, PH അമീർ, ഡോക്ടർ C. മുഹമ്മദ് അഷ്റഫ്, ഫാദർ ഷൈജൻ കളത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ വിഭാഗത്തിലെ ആദ്യ മത്സരത്തിൽ MS ഫൗണ്ടേഷൻ ചെന്നൈയെ പരാജയപ്പെടുത്തി KCB തിരുവനന്തപുരം വിജയം നേടി. പുരുഷ വിഭാഗത്തിൽ 1-നെതിരെ 3 സെറ്റുകൾക്ക് ഇൻകം ടാക്സ് ചെന്നൈയെ പരാജയപ്പെടുത്തി കേരള പോലീസ് ജേതാക്കളായി. സന്തോഷത്തോട് കൂടിയിട്ടാണ് പങ്കെടുക്കുന്നത്. ഇതുമായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നെങ്കിൽ പക്ഷേ എത്താൻ സാധിച്ചില്ല. ഇന്നത്തെ ഈ ടൂർണമെന്റ് എത്താൻ സാധിച്ച വളരെ സന്തോഷം. സ്പോർട്സുമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള ആദരസൂചകമായി പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളിയിൽ അനുസ്മരണ റാലി സംഘടിപ്പിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണ വഴിയിൽ നടന്ന അനുസ്മരണ വിലാപയാത്രയെ തുടർന്ന് പുഷ്പാർച്ചനയും നടത്തി. വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, കൈക്കാരന്മാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. SSF സ്ഥാപക ദിനമായ 29-ന് SSF കയ്പമംഗലം ഡിവിഷൻ സമ്മേളനം നടത്തും. 3 പീടിക വ്യാപാര ഭവനിൽ നടക്കുന്ന ഡിവിഷൻ സമ്മേളനം വൈകിട്ട് സമസ്ത മേഖലാ ജനറൽ സെക്രട്ടറി സിറാജുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്യും. ഇതോടനുബന്ധിച്ച് യൂണിറ്റ് സെക്ടർ കേന്ദ്രങ്ങളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കും. കൂടാതെ സെക്ടർ കേന്ദ്രങ്ങളിൽ ആന്റി ഡ്രഗ് മാരത്തോണും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. SSF ഡിവിഷൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫാസിൽ പുത്തൻപള്ളി, സെക്രട്ടറിമാരായ ജുനൈദ് ജഹോരി മഹളറ, ഫുആദ് സവൈദി ചിറക്കൽ, ഫയാസ് കാക്കാത്തിരുത്തി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓൾ കേരള ഇന്റർ ബാർ ക്രിക്കറ്റ് ടൂർണമെന്റ് ഈ മാസം 27 മുതൽ മെയ് 3 വരെ തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് ഗ്രൌണ്ടിൽ നടക്കുമെന്ന് തൃശൂർ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. 16 ബാർ അസോസിയേഷനുകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്ന 2020 ടൂർണമെന്റിന്റെ ഔപചാരിക ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 8-ന് ശ്രീ കേരളവർമ്മ കോളേജ് ഗ്രൌണ്ടിൽ ഹൈക്കോടതി ജഡ്ജിമാരായ PM മനോജ്, KV വിജയകുമാർ എന്നിവർ ചേർന്ന് നിർവഹിക്കും.
പത്മശ്രീ IM വിജയൻ മുഖ്യ അതിഥിയായിരിക്കും. 8 ബാർ അസോസിയേഷനുകളിലെ വനിതകളെ ഉൾപ്പെടുത്തിയുള്ള ക്രിക്കറ്റ് ടൂർണമെന്റും നടക്കും. സമാപന ദിവസം കേരള ഹൈക്കോടതി ജഡ്ജി ശോഭ അന്നമ്മ ഈപ്പൻ സമ്മാന വിതരണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് MV ഗോപാലകൃഷ്ണൻ, ടൂർണമെന്റ് കമ്മിറ്റി ഭാരവാഹികളായ അഡ്വക്കേറ്റ് ബൈജു A ജോസഫ്, അഡ്വക്കേറ്റ് ഷാജി J കോടങ്കണ്ടത്ത്, അഡ്വക്കേറ്റ് T ജനീഷ് ജോസ്, അഡ്വക്കേറ്റ് ഷില്ലി വിജയൻ എന്നിവർ പങ്കെടുത്തു. തൃശൂർ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൃഷിവകുപ്പ്, കാർഷിക സർവകലാശാല തുടങ്ങിയവയുടെ സഹകരണത്തോടെ ഈ മാസം 28, 29 തീയതികളിൽ തൃശൂർ ടൗൺ ഹാളിൽ മാങ്ങമേള സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നാട്ടിൽ അപൂർവമായി കാണുന്ന മാംഗോ ഐസ്ക്രീം, ഹൃദ്യ, തുരുവരമ്പ്, വിനോ മാജിക് എന്നീ സമയങ്ങളിലും ലഭിക്കുന്ന ആര്യ, ഡോൾഫിൻ, മാവേലി, പൊന്നൂസ് തുടങ്ങി 1000-ഓളം മാങ്ങകൾ മേളയിൽ പ്രദർശിപ്പിക്കും. 28-ന് രാവിലെ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്യും. മാങ്ങ പ്രദർശനം, മാങ്ങ മത്സരം, മാമ്പഴക്കാലം ചിത്രരചന, സെമിനാർ, മാംഗോ ക്ലിനിക്, മാങ്ങ വിഭവ മത്സരം, ചോദ്യോത്തര പരിപാടി, മാവിൻ തൈ വിതരണം തുടങ്ങിയ മേളയുടെ ഭാഗമായി അരങ്ങേറും. 29-ന് വൈകിട്ട് സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിക്കും. രാവിലെ 10 മുതൽ രാത്രി 8 വരെയാണ് പ്രദർശന സമയം. വാർത്താ സമ്മേളനത്തിൽ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രഘു K മാരാത്ത്, TR സഖിൽ, അനിൽ പൊറ്റേക്കാട്ട്, അഡ്വക്കേറ്റ് ഷോബി T വർഗീസ്, വിനോദ് കുറുവത്ത് എന്നിവർ പങ്കെടുത്തു. കാറ്ററിംഗ് മേഖല നേരിടുന്ന പ്രശ്നങ്ങളിൽ അധികൃതർ ആവശ്യമായ ശ്രദ്ധ നൽകണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ജില്ലാ FSSA ഓഫീസിന് മുൻപിൽ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അവശ്യ സാധന വില ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ കാറ്ററിംഗ് വ്യവസായം തകർച്ചയിലാണ്. ഇതിനിടയിലാണ് അനധികൃത കാറ്ററിംഗ്കാരും വ്യാജ ഇവന്റ് മാനേജ്മെന്റുകളും സർക്കാർ നിഷ്കർഷിക്കുന്ന യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ നിയമത്തെ വെല്ലുവിളിച്ച് ഈ മേഖലയെ തകർക്കുന്നത്. ഇത് സംബന്ധിച്ച് അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് അവർ ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷമീർ നായ്സ്, സംസ്ഥാന ട്രഷറർ MG ശ്രീവത്സൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ബാലൻ കല്യാണി, ഫ്രാൻസിസ് ഗഫൂർ എന്നിവർ പങ്കെടുത്തു. ആരിമ്പൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫാദർ റാഫേൽ അക്കാമറ്റത്തിൽ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ സോളി തട്ടിൽ, സഹവികാരി ഫാദർ ജിസ്വിൻ വാഴപ്പള്ളി, ഡീക്കൻ ജിൻഡോ, കൈക്കാരന്മാരായ ജോസ് ചാലിശ്ശേരി, മൈക്കിൾ മുത്തുപറമ്പിൽ, രാജു ജോർജ്, ബാബു കാഞ്ഞിരത്തിങ്കൽ, തിരുനാൾ കൺവീനർ അബിൻ ജോസ് പൊന്മാണി എന്നിവർ പങ്കെടുത്തു. മെയ് 2, 3, 4, 5 തീയതികളിലാണ് തിരുനാൾ. കയ്പമംഗലം അയിരൂർ ചാപ്പക്കടവ് ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ മേടപ്പൂമൂടി മഹോത്സവം ഈ മാസം 28 മുതൽ മെയ് 4 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. 29-ന് രാവിലെ 6:40-ന് കൊടിയേറ്റം, വൈകിട്ട് 6-ന് പന്തൽക്കടവ് അയ്യപ്പ സന്നിധിയിൽ നിന്നും താലം വരവ്, 7:30-ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, ഏപ്രിൽ 30-ന് രാവിലെ 9-ന് ഗുളികൻ മുത്തപ്പന് പ്രത്യേക പൂജ, മെയ് 2-ന് രാത്രി 8-ന് പള്ളിവേട്ട, മെയ് 3-ന് രാവിലെ 8:30-ന് ശീവേലി എഴുന്നള്ളിപ്പ്, മെയ് 4-ന് രാവിലെ 6:30-ന് ആറാട്ട് എഴുന്നള്ളിപ്പ്, 7-ന് സമുദ്രത്തിൽ ആറാട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ. ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ BS ശക്തിധരൻ, KB ആത്മാനുജൻ, ശ്രീജിത്ത് ബാബു കോഴിപ്പറമ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഷൊർണൂരിലെ മാനസ കൾച്ചറൽ ട്രസ്റ്റ് കലാസാഹിത്യ സാംസ്കാരിക വേദിയുടെ സംഗമവും ദേശീയ നൃത്ത സംഗീത മഹോത്സവവും മെയ് 9, 10, 11 തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സമ്മേളനം കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ Dr. B. അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, മുൻ നഗരസഭാ ചെയർപേഴ്സൺ നാരായണൻ, കലാമണ്ഡലം പ്രസന്ന, BR ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. ഹിമാചൽ പ്രദേശ് ധാരംശാലയിൽ നടന്ന 7ാമത് നാഷണൽ മാസ്റ്റേഴ്സ് ഗെയിംസിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മെഡലുകൾ നേടി തൃശൂർ സ്വദേശികൾ. വടക്കാഞ്ചേരി സ്വദേശി MP റനീഷ് കരാട്ടയിൽ 2 സ്വർണം, അത്ലറ്റിക്സിൽ സ്വർണം, വെള്ളി, വെങ്കലം, ആർച്ചറിയിൽ വെള്ളി എന്നീ മെഡലുകൾ കരസ്ഥമാക്കി. വടക്കാഞ്ചേരി സ്വദേശി MP ജാക്സന് അത്ലറ്റിക്സിൽ സ്വർണം, വെള്ളി, 2 വെങ്കലം, ആർച്ചറിയിൽ വെള്ളി എന്നീ മെഡലുകളും, പാലീക്കര സ്വദേശി റനീഷ് ഇല്ലിക്കൽ കബഡിയിൽ വെള്ളിയും ആർച്ചറിയിൽ വെങ്കലവും കരസ്ഥമാക്കി. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ തിരുനാളിന് കൊടിയേറി. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് സഹകാർമ്മികരായി. മെയ് 2, 3, 4, 5, 6 തീയതികളിലാണ് തിരുനാൾ.
നന്മയുള്ളവർക്കേ സന്തോഷം കൈവരികയുള്ളൂവെന്നും ആ സന്തോഷം മറ്റുള്ളവർക്കും പകർന്നു നൽകണമെന്ന് നമ്മെ പഠിപ്പിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് പാപ്പയെന്നും മാർ പോളി കണ്ണൂക്കാടൻ രൂപതയുടെയും പൗരാവലിയുടെയും നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നടന്ന അനുസ്മരണ സന്ധ്യയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന അനുസ്മരണ ദിവ്യബലിക്ക് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അനുസ്മരണ സമ്മേളനത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, രൂപത മുഖ്യവികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ, കത്തീഡ്രൽ വികാരി റവറൻഡ് ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ, ദേവസ്വം ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, ഠാണ ജുമാ മസ്ജിദ് ഇമാം ഖബീർ മൗലവി, മുൻ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ എന്നിവർ സംസാരിച്ചു. നെല്ലായി സെന്റ് മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ യൂദ തദേവുസിന്റെ ഊട്ടുതിരുനാളിന് ഞായറാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ മാസം 29, 30 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. വികാരി ഫാദർ തോമസ് എളങ്കുന്നപ്പുഴ, ജനറൽ കൺവീനർ ജോസ് മൂത്തേടൻ, സീക്കോ മഞ്ഞളി, വിൽസൺ കാരാത്ര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുല്ലശ്ശേരി നല്ലയിടയന്റെ ദേവാലയത്തിൽ ഉണ്ണീശോയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ടിജോ മുള്ളക്കര കൊടിയേറ്റം നിർവഹിച്ചു. മെയ് 2 മുതൽ 5 വരെയാണ് തിരുനാൾ. ജനറൽ കൺവീനർ വിൽഫി എടക്കളത്തൂർ, കൈക്കാരന്മാരായ സ്റ്റാൻലി ഗബ്രിയേൽ, ജോസ് വടക്കൻ, ജോമോൻ തൈക്കാട്ടിൽ എന്നിവർ തിരുനാൾ കൊടിയേറ്റ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വ്യാഴാഴ്ച രാവിലെ 10 ഇടവകയിൽ ആദ്യ കുർബാന സ്വീകരണം, വെള്ളിയാഴ്ച 10 മണിക്ക് ദിവ്യബലിയെ തുടർന്ന് നേർച്ച ഊട്ട്, വൈകിട്ട് 7 ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും രാത്രി 7:30 നാടകവും ഉണ്ടായിരിക്കും. അമ്മയുടെ ചരമവാർഷിക ദിനത്തിൽ അശരണ രോഗികൾക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയിലേക്ക് ആശുപത്രി ഉപകരണങ്ങൾ കൈമാറി. പുതുക്കാട് തെക്കേത്തല വീട്ടിൽ വറീദിന്റെ ഭാര്യ ഏലിക്കുട്ടിയുടെ 5ാം ചരമവാർഷിക ദിനത്തിലാണ് മകൻ വർഗീസ് തെക്കേത്തല അശരണ രോഗികൾക്ക് ആവശ്യമായ ആശുപത്രി ഉപകരണങ്ങൾ കൈമാറിയത്. കല്ലൂർ സൌഹൃദ യുവസംഗമം പ്രസിഡന്റ് പ്രബരൻ ചുണ്ടലപ്പറമ്പിൽ, രക്ഷാധികാരി സതീശൻ ഊരാളത്ത് എന്നിവർ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. ആനന്ദപുരം തറക്കൽ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് P. മജു, സെക്രട്ടറി V. സോമനാഥൻ, കൺവീനർ KV. ഷൈനോജ് എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,005 രൂപ, പവന് 72,040 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,346 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലി ലോകം. സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തത് ജനലക്ഷങ്ങൾ. പ്രാർത്ഥനയോടെ വിശ്വാസികൾ. തൃശൂർ പൂരം സുരക്ഷാ ഒരുക്കങ്ങൾ വിലയിരുത്തി DGP. ജില്ലയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായും ദേവസ്വം പ്രതിനിധികളുമായും DGP ചർച്ച നടത്തി. BJP നേതാവ് ശോഭ സുരേന്ദ്രന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചതിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. നാട്ടുകാരായ 3 യുവാക്കളാണ് പടക്കം പൊട്ടിച്ചതെന്നും പോലീസ്. നികുതി അടയ്ക്കാതെ സർവീസ് നടത്തിയ 7 ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ 11.60 ലക്ഷം രൂപ പിഴ ചുമത്തി മോട്ടോർ വാഹന വകുപ്പ്. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും രജിസ്ട്രേഷൻ നേടി കേരളത്തിൽ സർവീസ് നടത്തിയ വാഹനങ്ങളാണ് പിടികൂടിയത്. മാലിന്യ നിക്ഷേപ കേന്ദ്രമായി ഗുരുവായൂർ ദേവസ്വത്തിന്റെ പടിഞ്ഞാറേ നടയിലെ ഒഴിഞ്ഞ സ്ഥലം. സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുമെന്ന ആശങ്കയിൽ പ്രദേശവാസികൾ. എളനാട് തിരുമണിയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. മാള അമ്പഴക്കാട് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആടുകൾ ചത്ത നിലയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.